ഗുഡ് മോർണിംഗ്. ഓഡിബിൾ അല്ലേ? ഓക്കെ, അപ്പോൾ അറ്റൻഡൻസ് പറയേ. നമ്പർ 1 അക്ഷയ്, Present, sir. അഞ്ജന, Present, sir. അനുശ്രീ, Present, sir. അഷ്ന, Present, sir. അശ്വിൻ, Present, sir. ഡൊമിനിക്, Present, sir. ഷീസ്, ആദിൽ, Present, sir. റോഷ്നി, Present, sir. ഷാരോൺ, Present, sir. വിഷ്ണു, Present, sir. വൈഷ്ണവ്. Present, sir. ഓക്കെ ഓക്കെ സോ നമ്മള് ഫിഫ്ത്ത് മൊഡ്യൂൾ എടുത്തുകൊണ്ടിരിക്കുന്നു അല്ലെ. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ബിസിനസ് എത്തിക്സ് ആയിരുന്നു അല്ലെ. അതായത് എന്താണ് വാട്ട് ഈസ് ബിസിനസ് എത്തിക്സ്, അതുപോലെ തന്നെ വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എത്തിക്സ്. കാരണം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ കാര്യം എന്ന് പറയുന്നു അല്ലെ. അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ള അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. ദാറ്റ് ഈസ് can see here general aspects of business ethics. അതായത് എന്താണ് ഇപ്പം ബിസിനസ് എത്തിക്സിന്റെ മെയിൻ ആയിട്ടുള്ള ആസ്പെക്ട്, അല്ലെങ്കിൽ എന്താ നമുക്ക് പറയാം, ഇപ്പം മെയിൻ ആയിട്ടുള്ള അതിന്റെ പോളിസീസ് അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ബിസിനസ് എത്തിക്സിന്റെ മെയിൻ ആയിട്ട് നമുക്ക് 7 ആസ്പെക്ട്സ് ആണ് വരുന്നത്, ജനറൽ ആസ്പെക്ട്സ്. അപ്പൊ അതാണ് നമ്മളിപ്പോ നോക്കാൻ പോണത്. ഓക്കെ, സോ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, be it any industry or corporate office, the infrastructure and the working environment should be comfortable and encouraging. ഓക്കെ, അതായത് ഇതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നമ്മളിപ്പം ബിസിനസ് സ്പേസിൽ അല്ലെങ്കിൽ ഏതൊരു ബിസിനസ് ആയാലും അവിടെ നമ്മൾ കാണിക്കേണ്ട, നമ്മൾ എന്താണ് ഫോളോ ചെയ്യേണ്ട സെർട്ടൻ മോറൽ വാല്യൂസ് ഉണ്ടല്ലേ. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബിസിനസ് എത്തിക്സ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. അതായത് എത്തിക്കലായിട്ട് നമ്മൾ മൂവ് ചെയ്യുക, അല്ലെങ്കിൽ എത്തിക്കലായിട്ട് ഒരു ബിസിനസ്സിനെ അപ്രോച്ച് ചെയ്യുക, അതിനെയാണ് നമ്മൾ ബിസിനസ് എത്തിക്സ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ എത്തിക്കലി നമ്മൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കണം ആ ബിസിനസ്, അല്ലെങ്കിൽ ആ ബിസിനസ് ഉണ്ടായിരിക്കണം മെയിൻ ആയിട്ടുള്ള ആസ്പെക്ട്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യമാണ് ഈ ഒരു സെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിൽ ആദ്യത്തെയാണെന്ന് നമ്മൾ പറഞ്ഞേ, be it any industry or corporate office, the infrastructure and the working environment should be comfortable and encouraging. അപ്പൊ ഏതൊരു ബിസിനസ് ആയാലും, അതിപ്പോ ഏത് ഇൻഡസ്ട്രിയൽ ഫീൽഡ് ആയാലും അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഓഫീസ് ആയാലും, ഏത് ഫീൽഡിലായാലും ഒരു ബിസിനസ് എന്ന് പറഞ്ഞാലും അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറും അതുപോലെ തന്നെ വർക്കിംഗ് എൻവയോൺമെന്റും എപ്പോഴും എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത്, ഷുഡ് ബി കംഫർട്ടബിൾ ആൻഡ് എൻകറേജിങ്. അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ ആൾക്കാർക്കും കംഫർട്ടബിളും അതുപോലെ തന്നെ ഹലോ, ഓഡിബിൾ ആവുന്നുണ്ട് ഇപ്പോ?
ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നമ്മുടെ ബിസിനസ് എത്തിക്സ് അല്ലേ, അപ്പൊ ഏതൊരു ബിസിനസ് എത്തിക്സ് ആയാലും അത് ഫോളോ ചെയ്തിരിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കുറച്ച് ആസ്പെക്ട്സിനെ പറ്റിയിട്ടാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ നമ്മൾ ആദ്യത്തെ പോയിന്റ് പറഞ്ഞു. ആദ്യത്തെ പോയിന്റ് എന്തായിരുന്നു? ഏതൊരു ബിസിനസ് ആയാലും അത് എത്തിക്കലി പെർഫെക്റ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എത്തിക്സിനെ ബേസ് ചെയ്തിട്ട് മൂവ് ചെയ്യുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ അവിടെ എങ്ങനെയായിരിക്കണം എപ്പോഴും അവിടുത്തെ എൻവിയോൺമെന്റും അതുപോലെ തന്നെ അവിടെ ഇൻഫ്രാസ്ട്രക്ചറും എങ്ങനെയായിരിക്കണം? ഓരോ ആൾക്കാർക്കും കംഫർട്ടബിളും എൻകറേജിങ്ങും ആയിരിക്കണം എന്നാണ് നമ്മൾ പറയും. അതാണ് അതിന്റെ ഫസ്റ്റ് ആസ്പെക്ട് എന്ന് പറയും. ഓക്കെ, then second one, the safety precautions and maintenance of the organization are to be taken care of. യെസ്, ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും അല്ലെങ്കിൽ ഏതൊരു ഓഫീസ് ആയാലും ഓർഗനൈസേഷൻ ആയാലും അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ സേഫ്റ്റിയും അതുപോലെ തന്നെ ആ ഓർഗനൈസേഷന്റെ മെയിൻ്റെനൻസിന് എന്ത് ചെയ്യണം? എപ്പോഴും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എത്തിക്കലി കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ ആ ബിസിനസ് എത്തിക്സ് ഫോളോ ചെയ്തിട്ടാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, സോ എപ്പോഴും എങ്ങനെയായിരിക്കണം? അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതുപോലെ തന്നെ മെയിൻ്റനൻസ് പ്രോപ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മെയിൻ്റനൻസും നടത്തിക്കൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ അതിനെ നമുക്കൊരു എത്തിക്കൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, then third one, the work and skills of the employees are to be identified and encouraged for the development of the organization. യെസ്, അത് മസ്റ്റ് ആയിട്ടും വേണ്ട ഒരു കാര്യമാണ് അല്ലെ. ഒരു ബിസിനസ് എത്തിക്സ് ആണ്, അല്ലെങ്കിൽ ബിസിനസ് എത്തിക്സ് ഫോളോ ചെയ്യുന്ന ഒരു കമ്പനി ആണെങ്കിൽ എപ്പോഴും എന്ത് ചെയ്തിരിക്കണം? അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതായത് അവിടുത്തെ എംപ്ലോയീസ് അല്ലെ, അവിടുത്തെ എംപ്ലോയീസിന്റെ കഴിവുകളെയും അതുപോലെ തന്നെ അവരുടെ ക്രിയേഷൻസിനെയൊക്കെ എപ്പോഴും എന്ത് വേണം? എൻകറേജ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ആ ബിസിനസ് അല്ലെങ്കിൽ ആ ഒരു കമ്പനി എന്ന് പറയുന്നത് അല്ലെ. അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പല രീതിയിലുള്ള സ്കിൽ ഉണ്ടാവും. അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ സ്കില്ല് റിയലൈസ് ചെയ്യാനും അതുപോലെ തന്നെ അതിനെ എൻകറേജ് ചെയ്യാനും എന്തുവരിക്കണം? ആ കമ്പനി എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കണം. ഓക്കെ, അതാണ് തേർഡ് പോയിന്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ആസ്പെക്ട് ഓഫ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൂന്നാമത്തെ ബിസിനസ് എത്തിക്സിന്റെ മറ്റൊരു പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, then third one, a hierarchical procedure is to be followed, maintaining the ethical standards for the execution of work. ഹയറാർക്കിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? നമ്മളൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മൂവ് ചെയ്യാം, അതിനെയാണ് ഹയറാർക്കിക്കൽ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊരു ബിസിനസ് ആയാലും എങ്ങനെയായിരിക്കണം ആ വർക്ക് എക്സിക്യൂഷൻ, അല്ലെങ്കിൽ നമ്മൾ ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എപ്പോഴും ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ഫോളോ ചെയ്തിട്ടായിരിക്കണം നമ്മളത് മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത്. ആ ഒരു ഓർഡർ വൈസ് നമ്മൾ പോയാൽ മാത്രമേ നമുക്കത് കറക്റ്റ് ആയിട്ട് അതിന്റെ ആ രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, എ ഹയറാർക്കിക്കൽ പ്രൊസീജിയർ ഷുഡ് ബി ഫോളോഡ് ഫോർ ദി എക്സിക്യൂഷൻ ഓഫ് വർക്ക്. അതാണ് നാലാമത്തെ ആസ്പെക്ട് ഓഫ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. Then fifth one is the product maintenance, right from the procurement raw material to the dispatch of product, should be done in a standard procedure, uninfluenced by any unethical issues. അതെന്താ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഏതൊരു കമ്പനി ആയാലും നമ്മളിപ്പോൾ അവിടെ എന്തൊരു സാധനം നമ്മൾ ഡെവലപ്പ് ചെയ്താലും അല്ലെങ്കിൽ ഡിസൈൻ ചെയ്താലും അതിന്റെ ആ സ്റ്റാർട്ടിങ് സ്റ്റേജ് മുതൽ അതിന്റെ എൻഡ് സ്റ്റേജ് വരെ, അതായത് ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മെറ്റീരിയൽസ് സെലക്ട് ചെയ്യും അല്ലേ. പക്ഷെ ആ മെറ്റീരിയൽസ് സെലക്ട് ചെയ്യുന്നതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയും. അപ്പൊ ആ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് മുതൽ ഈ ഫൈനൽ സ്റ്റേജ് വരെ, അതായത് ഈ പ്രൊഡക്റ്റ് ഉണ്ടായതിനു ശേഷം അതിന്റെ പാക്കിംഗ് വരെ, ആ ഒരു ഫൈനൽ സ്റ്റേജ് വരെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കണം കാര്യങ്ങൾ ചെയ്യേണ്ടത്? ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയറിൽ ആയിരിക്കണം നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതായത് ഒരു രീതിയിലുള്ള അൺഎത്തിക്കൽ ഇഷ്യൂസ് ഒന്നും കമ്മിറ്റ് ചെയ്യാൻ നമ്മൾ പാടില്ല, അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ അതിൻ്റെതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡിലായിരിക്കണം നമ്മൾ ആ ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. അതാണ് നമ്മുടെ ബിസിനസ് എത്തിക്സിന്റെ അഞ്ചാമത്തെ ആസ്പെക്ട് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഏതൊരു ബിസിനസ് ആയാലും അതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടത് ഒരു രീതിയിലുള്ള അൺഎത്തിക്കൽ പ്രോബ്ലംസ് ഇല്ലാക്കാതെ നല്ലൊരു സ്റ്റാൻഡേർഡൈസ്ഡ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഫോളോ ചെയ്തിട്ടായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ഓക്കെ, then sixth one is, no tolerance should be there for any kind of unethical behavior or influences that affect the production and organizational standards. യെസ്, അതെന്ന് വെച്ചാൽ എന്താ മീൻ ചെയ്യുന്നത്? നമ്മളിപ്പം ബിസിനസ് അല്ലെങ്കിൽ ഏതൊരു ഓർഗനൈസേഷൻ ആയാലും ചിലപ്പോൾ അവിടെ എന്തുണ്ടാവാം? പല രീതിയിലുള്ള അൺഎത്തിക്കൽ ബിഹേവിയറോ അല്ലെങ്കിൽ പല രീതിയിലുള്ള മോശമായിട്ടുള്ള ഇൻഫ്ലുവൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ബിസിനസ് എത്തിക്സ് ഫോളോ ചെയ്യുന്ന ഒരു കമ്പനി ആണെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? അതുപോലെയുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ഒരു രീതിയിലും എൻകറേജ് ചെയ്യാൻ പാടില്ല, ഒരു രീതിയിലും നമ്മൾ ടോളറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനത്തെ ആക്ടിവിറ്റീസിന് കറക്റ്റ് ആയിട്ടുള്ള
അതിന് ഓപ്പോസ് ചെയ്യുന്ന രീതിയിലുള്ള നടപടി നമ്മൾ എടുത്തിരിക്കണം. ഒരു രീതിയിലും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, എന്ത് ചെയ്യാൻ പാടില്ല, ഇതുപോലെയുള്ള ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ അൺഎത്തിക്കൽ ആയിട്ടുള്ള ബിഹേവിയറോ നമ്മൾ ഒരു രീതിയിലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല, ബിസിനസ് എത്തിക്സ് ഫോളോ ചെയ്യുന്ന ഒരു കമ്പനി ആണെങ്കിൽ. ഓക്കെ, അപ്പൊ അതാണ് ബിസിനസ് എത്തിക്സിന്റെ മറ്റൊരു ആസ്പെക്ട് അല്ലെങ്കിൽ പോളിസി എന്ന് പറയുന്നത്. ദെൻ ഫൈനലി, to encourage the activities that promote social good and environment friendly. ഓക്കെ, അപ്പൊ അതെന്താ പറയുന്നത്? അതായത് നമ്മളിപ്പം ഏതൊരു ബിസിനസ് ആയാലും എപ്പോഴും എന്ത് വരില്ല, ആ ബിസിനസിന്റെ അല്ലെ ആ കമ്പനീന്റെ ആ ഒരു ഇത് മാത്രം നമ്മൾ നോക്കിയാൽ പോരാ, അതിന്റെ കൂടെ തന്നെ നമ്മൾ എന്തിനു കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കണം? സോഷ്യൽ ഗുഡിനും, അതായത് നമ്മുടെ പബ്ലിക്കിന്റെ നല്ലതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ എൻവിയോൺമെന്റ് ഫ്രണ്ട്ലി ആയിരിക്കണം നമ്മൾ എപ്പോഴും ചെയ്യുന്ന കാര്യം എന്നാണ് പറയുന്നത്. അല്ല, അങ്ങനെ ആയിരിക്കണം നമ്മൾ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്, ബിസിനസ് നടത്തുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. അതാണ് അതിന്റെ ലാസ്റ്റത്തെ ആ ഒരു പോയിന്റ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ബിസിനസ് എത്തിക്സിന്റെ മെയിൻ ആയിട്ടുള്ള ജനറൽ ആസ്പെക്ട്സ് അല്ലെങ്കിൽ ജനറൽ പോളിസീസ് എന്നോ ജനറൽ പ്രിൻസിപ്പിൾസ് എന്നോ എന്ത് വേണമെങ്കിലും പറയാൻ പറ്റും. അതായത് ഏതൊരു ബിസിനസ് എത്തിക്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്തിരിക്കണം? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ മസ്റ്റ് ആയിട്ടും ഫോളോ ചെയ്തിരിക്കണം അല്ലെങ്കിൽ ഒബേ ചെയ്തിരിക്കണം. അതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ സംഭവം? ഒന്നുകൂടെ പറയണോ? ഇത് ജനറലി നമ്മൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, നമ്മൾ കേട്ടിട്ടുള്ളതും വായിച്ചിട്ടുള്ളതും ഒക്കെയുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഒന്നുകൂടെ പറയണോ? ഷോർട്ടാക്കി പറയണോ ഒന്നുകൂടെ? ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ബിസിനസ് എത്തിക്സ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നുമില്ല, കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളില്ല. അതായത് എന്താണ് ബിസിനസ് എത്തിക്സ് എന്ന് വെച്ചാൽ മീൻ ചെയ്യുന്നത്, ആൻഡ് അതുപോലെ തന്നെ ഈ ബിസിനസ് എത്തിക്സിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, നമുക്ക് എന്തിനാണ് ഈ ബിസിനസ് എത്തിക്സ് ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് അല്ലെങ്കിൽ യൂസേജ് എന്താണെന്നുള്ള കാര്യം, അതിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിന്റെ നെസസിറ്റി എന്താണെന്നുള്ള കാര്യം. പിന്നെ അതിനുശേഷം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിസിനസ് എത്തിക്സിന്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ്. മെയിൻ ആയിട്ടും 7 പ്രിൻസിപ്പിൾസ് ആണ് വരുന്നത്. അതായത് ആ ബിസിനസ് എത്തിക്സിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ അവിടെ മസ്റ്റായിട്ടും കീപ്പപ്പ് ചെയ്യേണ്ട ഒരു പ്രിൻസിപ്പിൾസ്, അതാണ് ആ 7 എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്ത് പറഞ്ഞു? ബിസിനസ് എത്തിക്സിന്റെ ജനറൽ ആയിട്ടുള്ള ആസ്പെക്ട്സ് അല്ലെങ്കിൽ അതിന്റെ ജനറൽ ആയിട്ടുള്ള പോളിസീസ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ആ ഒരു സെക്ഷനിൽ പഠിക്കാനുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ എൻവയോൺമെന്റൽ എത്തിക്സും കംപ്ലീറ്റ് ആയി, ബിസിനസ് എത്തിക്സും കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് മൂവ് ചെയ്തൂടെ? ഓക്കെ, സോ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് ഈസ്, യു ക്യാൻ സീ ഹിയർ, നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ അതുപോലെയുള്ള ഒരു സംഭവം തന്നെയാണ്, ദാറ്റ് ഈസ് കമ്പ്യൂട്ടർ എത്തിക്സ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പം എൻവയോൺമെന്റ് എത്തിക്സ് പഠിച്ചു കഴിഞ്ഞു, ബിസിനസ് എത്തിക്സ് പഠിച്ചു കഴിഞ്ഞു, ആൻഡ് ഇപ്പൊ കമ്പ്യൂട്ടർ എത്തിക്സ് അല്ലേ. അപ്പൊ മുന്നത്തെ 2 കേസിലും നമ്മൾ എന്താ പറഞ്ഞത്? ഇപ്പൊ എൻവയോൺമെന്റ് എത്തിക്സ് ആണെങ്കിൽ അതെന്താ ഉദ്ദേശിക്കുന്നത്? എൻവയോൺമെന്റ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള വെറൈറ്റി ഓഫ് മോറൽ ഇഷ്യൂസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ടും എൻവയോൺമെന്റൽ എത്തിക്സിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അല്ലെ. എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ട് നടക്കുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള മോറൽ പ്രോബ്ലംസ് എന്താണ്, അതിനോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ എൻവയോൺമെന്റ് എത്തിക്സിൽ ഡീൽ ചെയ്യുന്നത് അല്ല. അതിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഏരിയ ഓഫ് എത്തിക്സ് ആണ് എൻവയോൺമെന്റൽ എത്തിക്സ് എന്ന് പറയുന്നത് അല്ലെ. ആൻഡ് അതുപോലെ ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ബിസിനസ് ഫീൽഡിലേക്ക് വന്നാൽ ആ ഒരു ബിസിനസ് ഫീൽഡിൽ നടക്കുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള മോറൽ ഇഷ്യൂസ് അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് ഫീൽഡിൽ നമ്മൾ എങ്ങനെയൊക്കെ ആയിരിക്കണം നമ്മൾ ആ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണത് അല്ലെങ്കിൽ ഫോളോ ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഏരിയ ഓഫ് എത്തിക്സ് ആണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയും. അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടർ എത്തിക്സിലേക്ക് വന്നാൽ അതെന്തായിരിക്കും? നമ്മുടെ ടെക്നോളജിക്കൽ ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ആ ഒരു എത്തിക്സ് ആണ് നമ്മുടെ കമ്പ്യൂട്ടർ എത്തിക്സ് എന്ന് പറയും അല്ലെ. അതായത് ഈ ടെക്നോളജിക്കൽ ഫീൽഡിൽ മെയിനായിട്ട് നടക്കുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണ്, അതുപോലെ
ഈ ടെക്നോളജിക്കൽ ഫീൽഡിൽ നമ്മൾ എങ്ങനെയൊക്കെ ആയിരിക്കണം നമ്മൾ എത്തിക്കലി ബിഹേവ് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു ഏരിയ ഓഫ് എത്തിക്സ് ആണ്, അല്ലെങ്കിൽ ബ്രാഞ്ച് ഓഫ് എത്തിക്സ് ആണ് കമ്പ്യൂട്ടർ എത്തിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. കമ്പ്യൂട്ടർ എത്തിക്സ് ഈസ് ഡിഫൈൻഡ് ആസ് സ്റ്റഡി ആൻഡ് അനാലിസിസ് ഓഫ് നേച്ചർ ആൻഡ് സോഷ്യൽ ഇമ്പാക്ട് ഓഫ് കമ്പ്യൂട്ടർ ടെക്നോളജി ആൻഡ് ഫോർമുലേഷൻ ആൻഡ് ജസ്റ്റിഫിക്കേഷൻ ഓഫ് പോളിസീസ് ഫോർ എത്തിക്കൽ യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. നമ്മളിപ്പോൾ പറഞ്ഞു തന്നെ അല്ലേ, അതായത് നമ്മുടെ ടെക്നോളജിക്കൽ ഫീൽഡിൽ, അതായത് ഈ കമ്പ്യൂട്ടർ ടെക്നോളജീൻ്റെ ഒരു ഇൻവെൻഷൻ കൊണ്ട് പല രീതിയിലുള്ള സോഷ്യൽ ഇമ്പാക്ട് നടക്കുന്നുണ്ട് അല്ലേ. കമ്പ്യൂട്ടർ ഒരുപാട് രീതിയിൽ നമ്മുടെ സൊസൈറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഈ ടെക്നോളജി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ കമ്പ്യൂട്ടർ ടെക്നോളജീൻ്റെ അല്ലെങ്കിൽ ഈ ടെക്നോളജിക്കൽ ഫീൽഡിൻ്റെ സോഷ്യൽ ഇമ്പാക്ട് എന്താണ്, അതിൻ്റെ നേച്ചർ എന്താണ്, അതിനെ പറ്റിയിട്ട് സ്റ്റഡി ചെയ്യുന്നതും, അതുപോലെ തന്നെ ഈ കമ്പ്യൂട്ടർ ഫീൽഡിൽ നമ്മൾ എങ്ങനെയാണ് എത്തിക്കലി നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് എത്തിക്കലി കമ്പ്യൂട്ടേഴ്സിനെ യൂസ് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള പോളിസീസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ് അല്ലെങ്കിൽ ഒരു ഫീൽഡാണ് കമ്പ്യൂട്ടർ എത്തിക്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതാണ് നമ്മൾ മെയിനായിട്ടും കമ്പ്യൂട്ടർ എത്തിക്സിൽ പഠിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഈ കമ്പ്യൂട്ടർ ഫീൽഡ്, അതായത് കമ്പ്യൂട്ടർ ടെക്നോളജി കൊണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് അത് എന്തൊക്കെയാണ്, അതിൻ്റെ നേച്ചർ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ആ ഇമ്പാക്ട് അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രോബ്ലംസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെയൊക്കെ ഈ കമ്പ്യൂട്ടേഴ്സിനെ എത്തിക്കലി യൂസ് ചെയ്യാൻ പറ്റും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഏരിയ ഓഫ് എത്തിക്സ് ആണ് കമ്പ്യൂട്ടർ എത്തിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ദീസ് എത്തിക്സ് ആർ റിലേറ്റഡ് ടു ഓൾ ദി കമ്പ്യൂട്ടർ പ്രൊഫഷണൽസ് സച്ച് ആസ് പ്രോഗ്രാമേഴ്സ്, അനലിസ്റ്റ്, ഓപ്പറേറ്റേഴ്സ്, ഡിസൈനേഴ്സ് എക്സെട്ര. ഓക്കെ, അതായത് ഇപ്പം കമ്പ്യൂട്ടർ ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന എല്ലാ ആൾക്കാരെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, അല്ലെങ്കിൽ എല്ലാ ആൾക്കാരെയും ഇഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ കമ്പ്യൂട്ടർ എത്തിക്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവരെല്ലാവരും എന്താണ്, ഇതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾക്കാരാണ്. അതിപ്പം കമ്പ്യൂട്ടറിൻ്റെ പ്രൊഫഷണൽസ് ആയാലും, അതായത് പ്രോഗ്രാമേഴ്സ് ആയാലും, അനലിസ്റ്റ് ആയാലും, അല്ലെങ്കിൽ ഡിസൈനേഴ്സ് ആയാലും, ആ ഒരു ടെക്നോളജിക്കൽ ഫീൽഡിൽ റിലേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന എല്ലാ ആൾക്കാരെയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്, അല്ലെ അവർ മസ്റ്റായിട്ടും റിലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു കമ്പ്യൂട്ടർ എത്തിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് കമ്പ്യൂട്ടർ എത്തിക്സിന്റെ ഡെഫിനിഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം. ദെൻ നമ്മളിപ്പം ബിസിനസ് എത്തിക്സിന്റെ കേസിൽ അവിടുത്തെ ജനറൽ ആയിട്ടുള്ള ആസ്പെക്ട്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞില്ലേ, മെയിൻ ആയിട്ട് നമ്മൾ 7 ആസ്പെക്ട് ആണ് നമ്മൾ അവിടെ പഠിച്ചത് അല്ലേ ബിസിനസ് എത്തിക്സിന്റെ കേസിൽ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എന്തുണ്ട്, കമ്പ്യൂട്ടർ എത്തിക്സിന്റെ മെയിൻ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ആസ്പെക്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് പോളിസീസ് ഉണ്ട്. അപ്പൊ അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, കമ്പ്യൂട്ടർ എത്തിക്സ് എന്താണെന്ന് ക്ലിയർ ആയില്ലേ? ഈ 3 കാര്യം എന്താണ് മീൻ ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലേ? എൻവയോൺമെന്റൽ എത്തിക്സും, ബിസിനസ് എത്തിക്സും, കമ്പ്യൂട്ടർ എത്തിക്സും എന്താണ് അതിൽ നമ്മൾ പഠിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയോ? ക്ലിയർ ആയിട്ടില്ലേടാ? ഡൗട്ട്, കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ? ആ 3 കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കണേ. എൻവയോൺമെന്റൽ എത്തിക്സും, ബിസിനസ് എത്തിക്സും, കമ്പ്യൂട്ടർ എത്തിക്സും എന്താണ് മീൻ ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ, സോ ഇനി നമുക്ക് നോക്കാനുള്ളത് ദ ബേസിക് ആസ്പെക്ട്സ് ഓഫ് കമ്പ്യൂട്ടർ എത്തിക്സ് ആണ്. സോ നമുക്ക് നോക്കാം. വൺ ഷുഡ് നെവർ യൂസ് എ കമ്പ്യൂട്ടർ ടു ഹാം ദി പീപ്പിൾ, ദാറ്റ് ഈസ് ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ്. ഓക്കെ, അതായത് ഇപ്പം ഇവിടെ മെയിനായിട്ടും ഒരു 10 പോയിന്റ്സ് വരുന്നുണ്ട് കേട്ടോ. 10 പോയിന്റ്സ് ആണ് ഇവിടെ വരുന്നത്. 10 ആസ്പെക്ട്സ് ആണ് ഇവിടെ വരുന്നത് കമ്പ്യൂട്ടർ എത്തിക്സിന്റെ കേസിൽ. നേരത്തെ ബിസിനസ് എത്തിക്സിന്റെ കേസിൽ നമുക്ക് 7 എണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ ഇവിടെയാണെങ്കിൽ ഇപ്പം നമുക്ക് 10 പോയിന്റ്സ് വരുന്നുണ്ടെങ്കിൽ 10 ആസ്പെക്ട്സ് ആണ് നമുക്ക് ഇവിടെ നോക്കാനുള്ളത്. അപ്പൊ അതിൽ ആദ്യത്തെയാണ് എന്ത്, വൺ ഷുഡ് നെവർ യൂസ് എ കമ്പ്യൂട്ടർ ടു ഹാം ദ പീപ്പിൾ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു തിങ്ങിനെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, മറ്റുള്ള ആൾക്കാർക്ക് മോശമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ ഹാം ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും കമ്പ്യൂട്ടേഴ്സിനെ യൂസ് ചെയ്യാൻ പാടില്ല. അതാണ് കമ്പ്യൂട്ടർ എത്തിക്സിന്റെ ആദ്യത്തെ പോളിസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ആദ്യത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, വി ഷുഡ് നെവർ യൂസ് എ കമ്പ്യൂട്ടർ ടു ഹാം അതർ പീപ്പിൾ. മറ്റുള്ള ആൾക്കാരെ ഹാം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. മറ്റുള്ള ആൾക്കാരെ നമ്മുടെ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് ഹാം ചെയ്യുന്നതിനെയാണ് നമ്മൾ ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് എന്ന് പറയും. അപ്പൊ അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. ഓക്കെ, ദെൻ രണ്ടാമത്തെ എന്താണ്, വൺ ഷുഡ് നെവർ യൂസ് എ കമ്പ്യൂട്ടർ ടു ഇന്റർഫിയർ വിത്ത് അതേഴ്സ് വർക്ക് ഓർ ഇല്ലീഗൽ മാനിപ്പുലേഷൻസ്. അല്ലെ, എന്താണ്, നമ്മൾ ഒരിക്കലും കമ്പ്യൂട്ടർ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല, മറ്റുള്ള ആൾക്കാരുടെ വർക്കിലേക്ക് ഇന്റർഫിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് മറ്റുള്ള ആൾക്കാരുടെ ഒരാളുടെ വർക്ക് എന്ന് പറയുമ്പോൾ അവരുടെ പ്രൈവസിയാണ് അല്ലേ.
അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരിക്കലും ഇന്റർഫിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഈ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യാൻ പാടില്ല. അതാണ് കമ്പ്യൂട്ടർ എത്തിക്സിന്റെ രണ്ടാമത്തെ ബേസിക് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ബേസിക് ആസ്പെക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഒരിക്കലും ഇല്ലീഗൽ മാനിപ്പുലേഷൻസ് നടത്താൻ പാടില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ തേർഡ് വൺ ഈസ് വി ഷുഡ് നെവർ യൂസ് എ കമ്പ്യൂട്ടർ ടു സ്നൂപ്പ് ഇൻ ടു അതേഴ്സ് ഫയൽസ് ഓർ മാൽവെയർ. അതെന്താ മീൻ ചെയ്യുന്നത്? മറ്റുള്ള ആൾക്കാരുടെ ഫയൽസ് അല്ലേ, ടെക്നോളജിക്കൽ നമ്മൾ കമ്പ്യൂട്ടർ ഫീൽഡുമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ ഫയൽസ് ആണ് നമ്മുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അല്ലേ. ഓരോരാൾക്കും അവരുടേതായിട്ടുള്ള വർക്ക് ഡിപ്പെൻഡഡ് ആയിട്ടുള്ള ഫയൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിലൊന്നും നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, സ്നൂപ്പ് ചെയ്യാൻ പാടില്ല. അതെന്ന് പറയുന്നത് അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതാണ് അതിൻ്റെ മൂന്നാമത്തെ ബേസിക് ആസ്പെക്ട് എന്ന് പറയുന്നത്. വി ഷുഡ് നെവർ യൂസ്, അല്ലെങ്കിൽ വൺ ഷുഡ് നെവർ യൂസ് എ കമ്പ്യൂട്ടർ ടു സ്നൂപ്പ് ഇൻ ടു അതർ ഫയൽസ്. അല്ല, അതിനെ തന്നെയാണ് നമ്മൾ മാൽവെയർ എന്ന് പറയുന്നത്. ഓക്കെ, then fourth one is one should never use a computer to steal a computer or data, അല്ലെങ്കിൽ ഹാക്കിങ്. ഹാക്കിങ് നമുക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ ഹാക്കിംഗ് എന്ന് പറയുന്നത് എന്താണ്, തീർത്തും വളരെ അൺഎത്തിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കമ്മിറ്റ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത് അല്ലേ. അതായത് മറ്റുള്ള ആൾക്കാരുടെ ഡാറ്റാസോ അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സോ നമ്മൾ സ്റ്റീൽ ചെയ്യുന്ന കാര്യം. സോ അത് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് ഈ ഹാക്കിംഗ് എന്ന് പറയുന്ന ഈ ഒരു പരിപാടി നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതാണ് നമ്മുടെ കമ്പ്യൂട്ടർ എത്തിക്സ് പറയുന്നത്. കമ്പ്യൂട്ടർ എത്തിക്സിന്റെ നാലാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് വി ഷുഡ് നെവർ യൂസ് എ കമ്പ്യൂട്ടർ ഫോർ ദി പേർപ്പസ് ഓഫ് ഹാക്കിംഗ്. ഓക്കെ, ദെൻ ഫിഫ്ത്ത് വൺ ഈസ് വൺ ഷുഡ് നെവർ യൂസ് എ കമ്പ്യൂട്ടർ ടു ബെയർ ഫോൾസ് വിറ്റ്നസസ്, ദാറ്റ് ഈസ് മാനിപ്പുലേഷൻ ആൻഡ് മോർഫിംഗ്. മോർഫിംഗ് കേട്ടിട്ടുണ്ടാവില്ലേ നിങ്ങൾ? മോർഫിംഗ് അറിയില്ലേ നിങ്ങൾക്ക്? കേട്ടിട്ടില്ലേ? മോർഫിംഗ് കേട്ടിട്ടില്ലേ? മോർഫിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മളിപ്പം കമ്പ്യൂട്ടർ യൂസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പം എന്തെങ്കിലും ഒരു പിക്ചർ നമുക്ക് എന്തെങ്കിലും അതിൻ്റെ തലയും ഇതൊക്കെ വെട്ടിമാടിയിട്ട് നമുക്ക് അവിടെ വേറെ സംഭവങ്ങൾ നമുക്ക് ജോയിൻ ചെയ്ത് വെക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ആ പരിപാടിനെയാണ് നമ്മൾ സിമ്പിളായിട്ട് മോർഫിംഗ് എന്ന് പറയും. അപ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല, ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഈ ഒരു പ്രോപ്പർട്ടീനെ അല്ലെങ്കിൽ ആ ഒരു തിങ്ങിനെ നമ്മൾ ഒരിക്കലും എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല, ഇതുപോലെയുള്ള മോർഫിംഗ് പരിപാടീസിന് യൂസ് ചെയ്യാൻ പാടില്ല. അതാണ് നമ്മുടെ കമ്പ്യൂട്ടർ എത്തിക്സിന്റെ അഞ്ചാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അഞ്ചാമത്തെ ബേസിക് ആസ്പെക്ട് എന്ന് പറയുന്നത്. വി ഷുഡ് നെവർ യൂസ് എ കമ്പ്യൂട്ടർ ഫോർ ദി പേർപ്പസ് ഓഫ് മോർഫിംഗ്. ഓക്കെ, ദെൻ സിക്സ്ത് വൺ ഈസ് വൺ ഷുഡ് നെവർ യൂസ് എ കമ്പ്യൂട്ടർ ടു യൂസ് ഓർ കോപ്പി എ സോഫ്റ്റ്വെയർ യു ഡിഡ്ന്റ് പേ ഫോർ, ഇല്ലീഗൽ ഡൗൺലോഡ്സ് ആൻഡ് യൂസേജസ്. യെസ്, അതെന്താ പറയുന്നത്? നമ്മൾ ഒരിക്കലും കമ്പ്യൂട്ടർ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല, മറ്റുള്ള ആൾക്കാർ, അതായത് മറ്റുള്ള ആൾക്കാർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അവരുടേതായിട്ട് അവർ ഓണായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ടാവും അല്ലേ, ഡെവലപ്പ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരുടെ ആ ഒരു അനുവാദം ഇല്ലാതെ അല്ലെങ്കിൽ നമ്മളതിന് പേ ചെയ്യാതെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ആ സോഫ്റ്റ്വെയർസ് നമ്മൾ കോപ്പി ചെയ്യാനോ യൂസ് ചെയ്യാനോ പാടില്ല. അതെന്താണ്, തികച്ചും അൺഎത്തിക്കലായിട്ടുള്ള കാര്യമാണ് നമ്മൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ. ഓക്കെ, അപ്പോൾ അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതാണ് നമ്മുടെ കമ്പ്യൂട്ടർ എത്തിക്സ് പറയുന്നത് ആറാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, മറ്റുള്ള ആൾക്കാരിൽ ഓണായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടില്ല അല്ല അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർസിനെ ഒരിക്കലും നമ്മൾ അവരുടെ അനുവാദം കൂടാതെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ കോപ്പി ചെയ്യാനോ നമ്മൾ പാടില്ല. സോ ദാറ്റ് ഈസ് ദ സിക്സ്ത് പ്രിൻസിപ്പിൾ ഓഫ് കമ്പ്യൂട്ടർ എത്തിക്സ്. ദെൻ സെവൻത്ത് വൺ, വി ഷുഡ് നെവർ യൂസ് എ കമ്പ്യൂട്ടർ ടു യൂസ് അതേഴ്സ് ഇന്റലക്ച്വൽ ഔട്ട്പുട്ട് ഇൻഅപ്രോപ്രിയേറ്റ്ലി. അത് നമ്മൾ നേരത്തെ പറഞ്ഞത് റിലേറ്റ് ആയിട്ട് വരുന്നൊരു കാര്യം തന്നെയാണ്. അതായത് മറ്റുള്ള ആൾക്കാരുടെ ഇന്റലക്ച്വൽ ഔട്ട്പുട്ട് അല്ലേ, അതായത് അവരുടേതായിട്ടുള്ള ബുദ്ധി ഉപയോഗിച്ചിട്ട് കണ്ടെത്തിയ ഒരുപാട് കാര്യങ്ങളുണ്ടാവും, പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ, ടെക്നോളജിക്കൽ ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതെന്തായിട്ട് മാറും, നമ്മൾ IPRനെ വയലേറ്റ് ചെയ്യുന്ന കേസായിട്ട് മാറും. IPRനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞല്ലേ കഴിഞ്ഞ ടോപ്പിക്കിൽ, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടില്ലേ, ഒരാളുടെ ഓൺ ക്രിയേഷൻ എന്ന് പറയുന്നത് അല്ല അതിന്റെ കോപ്പി റൈറ്റ് എന്ന് പറയുന്നത് അവർക്കാണല്ലേ. അപ്പം അത് നമ്മൾ അവരുടെ അനുവാദം കൂടാതെ യൂസ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്, അത് അൺഎത്തിക്കലായിട്ടുള്ള കാര്യമാണ്. IPRനെ വയലേറ്റ് ചെയ്യുന്ന ഒരു കേസായിട്ട് മാറും അത്. അപ്പം അതൊരിക്കലും ചെയ്യാൻ പാടില്ല എന്നതാണ് നമ്മുടെ കമ്പ്യൂട്ടർ എത്തിക്സിന്റെ ഏഴാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. വി ഷുഡ് നെവർ യൂസ് എ കമ്പ്യൂട്ടർ ടു യൂസ് അതേഴ്സ് ഇന്റലക്ച്വൽ ഔട്ട്പുട്ട് ഇൻഅപ്രോപ്രിയേറ്റ്ലി. ഓക്കെ, ദെൻ എയ്ത്ത് വൺ, we should never use a computer to use or copy other software without compensation. അതും ഇപ്പോൾ അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് അല്ലേ,
മറ്റുള്ള ആൾക്കാർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ടാവും അല്ലെ, അതിനൊരു രീതിയിലുള്ള കോമ്പൻസേഷൻ കൊടുക്കാതെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അതൊരിക്കലും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, കോമ്പൻസേഷൻസ് കൊടുക്കുകയാണെങ്കിൽ മാത്രമേ നമുക്കത് കറക്റ്റ് യൂസ് ചെയ്യാനുള്ളൊരു റൈറ്റ് ഉള്ളൂ അല്ലേ, അതർവൈസ് നമ്മൾ ഒരിക്കലും അത് യൂസ് ചെയ്യാൻ പാടില്ല. അതാണ് നമ്മുടെ 8ാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. വി ഷുഡിൻ യൂസ്, അല്ലെങ്കിൽ വി ഷുഡ് നെവർ യൂസ് എ കമ്പ്യൂട്ടർ ഫോർ, അല്ലെങ്കിൽ ടു യൂസ് ഓർ കോപ്പി അതർ സോഫ്റ്റ്വെയർ വിത്തൗട്ട് കോമ്പൻസേഷൻ. ഓക്കെ, അതാണ് 8ാമത്തേത് എന്ന് പറയുന്നത്. ദെൻ 9ാമത്തേന്ന് പറയുന്നത് എന്താ, ഡൂയിങ് വിത്തൗട്ട് തിങ്കിങ് ഓഫ് സോഷ്യൽ കോൺസിക്വൻസസ് ഓഫ് ദി പ്രോഗ്രാം ബീങ് റിട്ടൺ. അല്ല, അതിനെയാണ് നമ്മൾ ലിബലിംഗ് എന്ന് പറയുക. ലിബലിംഗ് കേട്ടിട്ടുണ്ടാവും. ലിബൽ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അപകീർത്തിപ്പെടുത്തുക എന്നൊക്കെ പറയില്ലേ നമ്മൾ, മറ്റുള്ള ആൾക്കാർ, അതാണ് ലിബൽ ചെയ്യാന്നുള്ള മീൻ ചെയ്യുന്നത് അല്ലെ. അപ്പൊ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഈ സാധനം അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടി നമ്മൾ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല, മറ്റുള്ള ആൾക്കാരെ ലിബൽ ചെയ്യുന്ന ഒരു കാര്യത്തിന് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാമോ അല്ലെ എന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയറോ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അതിന്റെ സോഷ്യൽ കോൺസിക്വൻസസ് കൂടെ കൺസിഡർ ചെയ്തിട്ടായിരിക്കണം നമ്മളത് ഡെവലപ്പ് ചെയ്യേണ്ടത് അല്ലെ. കാരണം ചിലപ്പോൾ എന്താവാം, നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രോഗ്രാമോ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന സോഫ്റ്റ്വെയറോ മറ്റോ വേറെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും രീതിയിൽ ഒരു മോശമായിട്ട് ഇഫക്റ്റ് ചെയ്യാം അല്ലെ. അതാണ് ലിബൽ ചെയ്യാന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ എപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്ത് വേണം, അതിന്റെ സോഷ്യൽ കോൺസിക്വൻസസ് കൂടെ തിങ്ക് ചെയ്തിട്ടായിരിക്കണം നമ്മൾ ആ കാര്യം പ്രൊസീഡ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ആലോചിക്കാതെ ചെയ്യുന്ന കാര്യം ആലോചിക്കാതെ ചെയ്യാൻ പാടില്ല എന്നാണ് നമ്മുടെ 9ാമത്തെ പ്രിൻസിപ്പിൾ പറയുന്നത്. ഡൂയിങ് വിത്തൗട്ട് തിങ്കിങ് ഓഫ് സോഷ്യൽ കോൺസിക്വൻസസ്. അത് ആലോചിക്കാതെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു പ്രോഗ്രാമോ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയറോ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ 9th ആസ്പെക്ട് ഓഫ് കമ്പ്യൂട്ടർ എത്തിക്സ്. ദെൻ ഫൈനൽ വൺ, 10ാമത്തേന്ന് പറയുന്നത് എന്താ, ഓൾവേസ് യൂസ് എ കമ്പ്യൂട്ടർ എൻഷുവറിങ് കൺസിഡറേഷൻ ആൻഡ് റെസ്പെക്ട് ടുവേർഡ്സ് ഫെലോ ബീങ്സ്. അതായത് നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്തൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടെങ്കിലും കമ്പ്യൂട്ടർ യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്ത് എൻഷുർ ചെയ്തിരിക്കണം, മറ്റുള്ള ആൾക്കാരുടെ അല്ലെ മറ്റുള്ള ആൾക്കാർക്ക് അവർക്ക് കൊടുക്കേണ്ട റെസ്പെക്ട് അല്ലെ അവരെയും കൂടെ കൺസിഡർ ചെയ്തിട്ടായിരിക്കണം നമ്മൾ എന്തൊരു കാര്യം നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അതായത് മറ്റുള്ള ആൾക്കാരെ ഒരു രീതിയിലും ആമായിട്ടോ ഒന്നും നമ്മൾ ചെയ്യുന്ന രീതിയിലായിരിക്കില്ല നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യേണ്ടത്. എപ്പോഴും അവരെയും കൂടെ കൺസിഡർ ചെയ്തിട്ട് അവർക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റ് ഒക്കെ എൻഷുർ ചെയ്തിട്ടായിരിക്കണം നമ്മൾ കമ്പ്യൂട്ടറിന്റെ യൂസേജ് നടത്തേണ്ടത്. ഇത്രയാണ് നമ്മുടെ കമ്പ്യൂട്ടർ എത്തിക്സിന്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഇത് എന്ന് പറയുന്നത് നമ്മൾ ഫോർമുലേറ്റ് ചെയ്തിട്ടില്ല, ഈ കമ്പ്യൂട്ടർ എത്തിക്സിന് വേണ്ടിയിട്ട് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള ബേസിക് ആസ്പെക്ട് ആണ് കേട്ടോ. പക്ഷെ ഇന്നത്തെ കാലത്ത് അല്ലെ ഈ ഒരു ടൈമിൽ എന്ത് ചെയ്യുന്നില്ല, ആരും ഈ കാര്യങ്ങളൊന്നും ഫോളോ ചെയ്യുന്നില്ല. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞിട്ടില്ലേ. However, these ethics are facing lacks in today's world. A very small section of concerned individuals seems to be following these ethics. A large section seems to be violating these ethics. നമ്മൾ ഈ ഒരു പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ആസ്പെക്ട് ഫോം ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും മെജോറിറ്റി ആൾക്കാർ എന്ത് ചെയ്യുന്നില്ല, ഇതിനെ ഫോളോ ചെയ്യുന്നില്ല. ഇത് വയലേറ്റ് ചെയ്തിട്ട് തന്നെയാണ് എല്ലാ ആൾക്കാരും കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നല്ലേ. ഇപ്പം നമുക്ക് ഇന്നത്തെ ഒരു സിറ്റുവേഷൻസ് എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും, പല രീതിയിലുള്ള ഹാക്കിങ്ങും മോർഫിങ്ങും ഒക്കെ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. അപ്പോൾ ആരും തന്നെ ഈ കാര്യങ്ങൾക്കൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുക അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്നതില്ല. എല്ലാവരും ഇത് വയലേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഇപ്പോൾ കമ്പ്യൂട്ടർ യൂസേജ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടേഴ്സിന്റെ ഫീൽഡിൽ കമ്പ്യൂട്ടർ നമ്മൾ എത്തിക്കലി യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മസ്റ്റായിട്ട് എന്ത് വേണം, ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ കമ്പ്യൂട്ടർ എത്തിക്സിന്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ആസ്പെക്ട് എന്ന് പറയുന്നത്. 10 പോയിന്റ്സ് ആണുള്ളത്. ഓക്കെ ആണോ? ക്ലിയർ ആയോ? ഈ ബേസിക് ആസ്പെക്ട്സ് ചിലപ്പോൾ നിങ്ങളുടെ എക്സാമിന് എഴുതാൻ വേണ്ടി ചോദിക്കും കേട്ടോ. ബിസിനസ് എത്തിക്സിന്റെ കേസിലും ഉണ്ട്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ എത്തിക്സിന്റെ കേസിലും ഉണ്ട്. ക്ലിയർ ആയോ 10 പോയിന്റ്? ഓക്കെ അല്ലേ? വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, നമുക്ക് അറിയുന്ന കാര്യം തന്നെയല്ലേ ഇത്. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഇതൊന്ന് ബാക്കി ആരും റെസ്പോണ്ട് ചെയ്യാത്ത? ഷീസ് എവിടെ പോയി? അറ്റൻഡൻസ് എടുക്കുന്ന സമയം ഷീസ് ഉണ്ടായിരുന്നില്ലല്ലോ.
ഷീസ് സർ അറ്റൻഡൻസ് എടുക്കുന്ന സമയം ഉണ്ടായിരുന്നല്ലോടാ നീ. കണക്ഷൻ ഇതിപ്പോ എന്തായാലും ഇനിയിപ്പോ കണക്ഷൻ ഇല്ലാന്ന് പറഞ്ഞാൽ മതിയല്ലേ? ആ, ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും? ഇത് സ്പീഡ് ആവുന്നുണ്ടോ ടോപ്പിക്ക്? ഷാരോണെ മനസ്സിലായോ? ഷാരോൺ ഇല്ലേ? ഷാരോൺ പോയോ? നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ലെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. ഇതെല്ലാം ജനറൽ ആയിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. സ്പീഡ് ആവുകയാണെങ്കിലും പറയണേ. കുഴപ്പമൊന്നുമില്ലല്ലോ, ഇതേ രീതിയിൽ പോയാൽ പോരെ? ഓക്കെ. സോ അപ്പോൾ അതാണ് കമ്പ്യൂട്ടർ എത്തിക്സ്. കമ്പ്യൂട്ടർ എത്തിക്സിന്റെ ഡെഫിനിഷനും നമ്മൾ നോക്കി, അതുപോലെ തന്നെ അതിന്റെ ബേസിക് ആയിട്ടുള്ള ആസ്പെക്റ്റും. 10 പോയിന്റ്സ് അല്ലെങ്കിൽ 10 ആസ്പെക്ട് ആണുള്ളത്. അപ്പോൾ അത് നമ്മൾ നോക്കി അല്ലേ. സോ ഇനി നമുക്ക് നോക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇഷ്യൂസ് ആണ്. അതായത് ഈ ഒരു കമ്പ്യൂട്ടർ എത്തിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അറൈസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് എന്താണെന്നുള്ളൊരു കാര്യം അതും കൂടെ നോക്കിയാൽ നമ്മുടെ കമ്പ്യൂട്ടർ എത്തിക്സ് എന്ന് പറയുന്ന ആ ഒരു സെഷൻ കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് നോക്കാം. അതായത് ഈ ഒരു കമ്പ്യൂട്ടർ എത്തിക്സിന്റെ അത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അവിടെ വരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ്, ഇപ്പം മോറൽ പ്രോബ്ലംസും ആവാം, അല്ലാത്ത കേസും ആവാം. അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ആസ് ദി ഇൻസ്ട്രുമെന്റ് ഓഫ് അൺഎത്തിക്കൽ ആക്ട്. ഓക്കെ, അപ്പോൾ അതെന്താ മീൻ ചെയ്യുന്നത്? കമ്പ്യൂട്ടർ ആസ് ദ ഇൻസ്ട്രുമെന്റ് ഓഫ് അൺഎത്തിക്കൽ ആക്ട്. അതായത് ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ആ ഇൻസ്ട്രുമെന്റ് തന്നെ എന്തിനു വേണ്ടിയിട്ട് കാരണമാവുന്നു? അൺഎത്തിക്കൽ ആക്ടിന് വേണ്ടിയിട്ടുള്ള ഒരു കാരണമാവുന്നു എന്നൊരു കേസ്. അതാണ് ആ ഒരു ഫസ്റ്റ് വൺ ഉദ്ദേശിക്കുന്നത്. കമ്പ്യൂട്ടർ ആസ് ദ ഇൻസ്ട്രുമെന്റ് ഓഫ് അൺഎത്തിക്കൽ ആക്ട്. ഈ കമ്പ്യൂട്ടർ തന്നെ എന്തിനു വേണ്ടിയിട്ടുള്ള റീസൺ ആവുന്നു, എന്തിനു വേണ്ടിയിട്ടുള്ള കാരണമാവുന്നു? പല രീതിയിലുള്ള അൺഎത്തിക്കൽ ആക്ട് അല്ലെങ്കിൽ പല രീതിയിലുള്ള പ്രോബ്ലംസിനും വേണ്ടിയിട്ടുള്ള ഒരു റീസൺ ആയിട്ട് മാറുന്ന ഒരു കേസ്. അതാണ് ആ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നോക്കുക, യൂസേജ് ഓഫ് കമ്പ്യൂട്ടർ റീപ്ലേസസ് ജോബ് പൊസിഷൻസ്. This has been overcome to a large extent by readjusting work assignments and training everyone on computer applications such as word processing, editing and graphics. ഇതെന്ന് പറയുന്നത് മോറൽ ഇഷ്യൂസ് ആയിട്ട് അല്ലെ മോറൽ ഇഷ്യൂ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കേസാണ് കേട്ടോ. വലിയ രീതിയിലുള്ള ഒരു പ്രോബ്ലം അല്ലെങ്കിലും ഒരു മോറലി നോക്കുമ്പോൾ നമുക്കതൊരു പ്രോബ്ലം ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കേസാണ്. കാരണം ഇത് ഈ കമ്പ്യൂട്ടറിന്റെ ഇൻവെൻഷന്റെ സമയത്ത് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഇൻവെന്റ് ചെയ്തതിന് ശേഷം ഈ ഒരു കമ്പ്യൂട്ടർ ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാലത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ കമ്പ്യൂട്ടറിന്റെ യൂസേജ് ആക്ച്വലി എന്ത് ചെയ്യുന്നുണ്ട്? ഈ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് കുറക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ജോബ് പൊസിഷൻസ് ഒരുപാട് റീപ്ലേസ് ചെയ്യുന്നുണ്ട് ഈ കമ്പ്യൂട്ടറിന്റെ യൂസേജ് എന്ന് പറയുന്നത്. കാരണം ഇപ്പം നമുക്കൊരു കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നതിന് നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് അത് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും അല്ലേ. നമുക്കവിടെ അത്രയും നമ്പർ ഓഫ് എംപ്ലോയീസിനെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു രീതിയിലുള്ള ഒരു പ്രോബ്ലം ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കേസാണ്. ആ കമ്പ്യൂട്ടർ തന്നെ എന്തിനു വേണ്ടിയിട്ടുള്ള കാര്യമാവുന്നു? പല രീതിയിലുള്ള പ്രോബ്ലംസിന് വേണ്ടിയിട്ട് റീസൺ ആവുന്നു അല്ലേ. അതാണ് ആ ഒരു ഹെഡിങ് അങ്ങനെ വന്നത് കേട്ടോ. കമ്പ്യൂട്ടർ ആസ് ദ ഇൻസ്ട്രുമെന്റ് ഓഫ് അൺഎത്തിക്കൽ ആക്ട്. കമ്പ്യൂട്ടർ തന്നെ എന്തിനു വേണ്ടിയിട്ടുള്ള കാരണമാവുന്നു? പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ആയിട്ടാണ് അത് വരുന്നത്. ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് പല രീതിയിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റീസൺ ആവുന്നുണ്ട്. അത് നമുക്കൊരു മോറൽ ഇഷ്യൂ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, മോറൽ പ്രോബ്ലം ആയിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ബ്രേക്കിംഗ് പ്രൈവസി, ഇൻഫോർമേഷൻ ഓർ ഡാറ്റ ഓഫ് ദ ഇൻഡിവിജ്വൽസ് ആക്സസ്ഡ് ഓർ ഇറേസ്ഡ് ഓർ ദി ഓണർഷിപ്പ് ചേഞ്ച്ഡ്. അതായത് അതെന്താ മീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളിപ്പം കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഒട്ടുമിക്ക എല്ലാ ഫീൽഡിലും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നല്ലേ. അപ്പോൾ ഈ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ പ്രൈവസി എന്ന് പറയുന്നത് എപ്പോഴും ഒരു റിസ്കിലാണ്. ഇപ്പം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സേഫ് ആണോ അല്ലയോ എന്ന് നമുക്ക് എപ്പോഴും പറയാൻ പറ്റില്ല അല്ലേ. ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പലപ്പോഴും നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. നമ്മുടെ അവിടെ പ്രൈവസി ബ്രേക്കിംഗ് എന്ന് പറയുന്ന ഇഷ്യൂ ചിലപ്പോൾ ഉണ്ടാവാനുള്ളൊരു ചാൻസ് ഉണ്ട് ഈ കമ്പ്യൂട്ടർ കാരണം.
ഈ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ ഈ ഒരു ഇൻസ്ട്രുമെന്റ് കാരണം ചിലപ്പോൾ എല്ലാ ആൾക്കാർക്കും പ്രൈവസി ഇഷ്യൂ അല്ലെങ്കിൽ ബ്രേക്കിംഗ് ഓഫ് പ്രൈവസി എന്ന് പറയുന്ന ഒരു ഇഷ്യൂ എറേസ് ചെയ്ത് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതാണ് ആ ഒരു സെക്കൻഡ് പോയിന്റ് ഉദ്ദേശിച്ചത്. ഓക്കെ, അത് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ആ ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ടാക്കുന്ന ഒരു പ്രോബ്ലം ആണ്. ഓക്കെ, അപ്പം അതാണ് ആ ഒരു ഫസ്റ്റ് കേസ് മെയിൻ ആയിട്ടും പറയുന്നത്. കമ്പ്യൂട്ടർ ആസ് എ ഇൻസ്ട്രുമെന്റ് ഓഫ് അൺഎത്തിക്കൽ ആക്ട്. കമ്പ്യൂട്ടർ തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള കാരണമാവുന്നു, പല രീതിയിലുള്ള മോറൽ പ്രോബ്ലംസിന്റെ ഒരു റീസൺ ആയിട്ട് മാറുന്നു. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി കേട്ടോ, വല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അതാണ് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തത് കമ്പ്യൂട്ടർ ആസ് ദി ഒബ്ജക്റ്റ് ഓഫ് അൺഎത്തിക്കൽ ആക്ട്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് കമ്പ്യൂട്ടർ ആസ് ദ ഇൻസ്ട്രുമെന്റ് ഓഫ് അൺഎത്തിക്കൽ ആക്ട് ആണ്. അതായത് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റ് തന്നെ അൺഎത്തിക്കൽ ആക്ടിന് വേണ്ടിയിട്ടുള്ള കാരണമാവും. അതാണ് ആദ്യത്തെ കേസ്. ഇനിയിപ്പോൾ രണ്ടാമത്തെ എന്താ? കമ്പ്യൂട്ടർ ആസ് ദി ഒബ്ജക്റ്റ് ഓഫ് അൺഎത്തിക്കൽ ആക്ട്. അതായത് ഈ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പല രീതിയിലുള്ള അൺഎത്തിക്കൽ ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ആ രണ്ടാമത്തെ കേസ് ഉദ്ദേശിക്കുന്നത്. കമ്പ്യൂട്ടറിൽ കൂടി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് നമുക്ക് പല രീതിയിലുള്ള പ്രോസസ്സസ് നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ആ ഒരു കേസ് കേട്ടോ, ശ്രദ്ധിക്കണേ. അപ്പം അതിൽ ഒന്നാമത്തെ ഒരു കേസാണ് പറയുന്നത് എന്താ? ഹാക്കിംഗ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. എന്താണ്? ദി സോഫ്റ്റ്വെയർ ഈസ് സ്റ്റോളൻ ഓർ ഇൻഫർമേഷൻ ഈസ് ആക്സസ്ഡ് ഫ്രം അതർ കമ്പ്യൂട്ടേഴ്സ്. This may cause financial loss to the business or violation of privacy rights of the individual or business. In case of defense, information being hacked, this may endanger the security of the nation. ഹാക്കിംഗ് നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ് അല്ലേ? നമ്മുടെ കയ്യിൽ നമുക്ക് കമ്പ്യൂട്ടറും സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എവിടെയുള്ള ആൾക്കാരുടെയും അല്ലെങ്കിൽ ഏതൊരു കമ്പ്യൂട്ടറിൽ നിന്നുള്ള കാര്യങ്ങൾ നമുക്ക് സ്റ്റോളൻ ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ടെക്നോളജീസും നമുക്കിപ്പോൾ അവൈലബിൾ ആണല്ലേ. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ്? എൻ്റയർലി അൺഎത്തിക്കൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഒരിക്കലും കമ്മിറ്റ് ചെയ്തുകൂടാത്തൊരു കാര്യമാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത് വളരെ വലിയൊരു പ്രോബ്ലമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. കമ്പ്യൂട്ടർ എത്തിക്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത് അല്ല. കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇൻ കേസ് ഓഫ് ഡിഫൻസ്, ഇൻഫർമേഷൻ ബീങ് ഹാക്ക്ഡ്, ദിസ് മേ എൻഡേഞ്ചർ ദ സെക്യൂരിറ്റി ഓഫ് ദ നേഷൻ. അതായത് നമ്മുടെ ഡിഫൻസ് ഫീൽഡില്ലേ, അതായത് നമ്മുടെ മിലിറ്ററി ഫീൽഡൊക്കെ ഇല്ലേ, അപ്പം അതുപോലെയുള്ള ഫീൽഡിലൊക്കെ നമ്മളിപ്പം ഈ ഹാക്കിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്തിന് തന്നെ വളരെ നെഗറ്റീവായിട്ടുള്ളൊരു രീതിയിൽ എഫക്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട് അല്ലേ. കാരണം നമ്മുടെ നമ്മുടെ രാജ്യത്തിന്, കൺട്രീനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഡിഫൻസ് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഇതേപോലെ ഹാക്ക് ചെയ്താൽ അത് നമ്മുടെ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റീനെയാണ് നമ്മൾ ബാധിക്കാൻ പോണത് അല്ലേ. അപ്പോൾ അതുപോലെയുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ ഹാക്കിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പോൾ അതാണ് നമ്മുടെ കമ്പ്യൂട്ടർ എത്തിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെയുള്ളതാണ് സ്പ്രെഡിങ് വൈറസ്. അതും നമുക്കറിയുന്ന കാര്യം തന്നെയാണ്. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വൈറസ് കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കയറ്റാൻ പറ്റും അല്ലേ. അതായത് ത്രൂ മെയിൽ ഓർ അതർ വേസ് അതർ കമ്പ്യൂട്ടേഴ്സ് ആർ ആക്സസ്ഡ് ആൻഡ് ദി ഫയൽസ് ആർ ഇറേസ്ഡ് ഓർ കണ്ടന്റ് ചേഞ്ച്ഡ് ഓൾ ടുഗെദർ. നമുക്ക് ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വൈറസിന് നമുക്ക് കയറ്റാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സോഫ്റ്റ്വെയർസും നമുക്കിപ്പം അവൈലബിൾ ആണല്ലേ. നമുക്ക് അങ്ങനെ വൈറസ് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ആ മറ്റുള്ള കമ്പ്യൂട്ടേഴ്സുള്ള ഡാറ്റാസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇറേസ് ചെയ്യാനും അല്ലെങ്കിൽ ആക്സസ് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ്? ഒരു വലിയ പ്രോബ്ലം തന്നെയാണല്ലേ. This again causes financial loss or mental torture to the individual. Some hackers feel that they have justified their right of free information or they do it for fun. However, these acts are certainly unethical. അപ്പം അത് ചെയ്യുന്ന ആൾക്കാർ ഇപ്പം പലപ്പോഴും ഫണ്ടിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവും അല്ലേ. അതിൻ്റെ സോഷ്യൽ കോൺസിക്വൻസോ ഒന്നും ആലോചിക്കുന്നുണ്ടാവില്ല. ചില ആൾക്കാർ ഇൻറ്റൻസീവ്ലി ചെയ്യുന്നതന്നെയായിരിക്കും, അല്ലെങ്കിൽ ചില ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ടാവും? ജസ്റ്റ് ഫണ്ടിന് വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നതായിരിക്കും. പക്ഷെ എന്തായാലും ആ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? തീർത്തും അൺഎത്തിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ. മറ്റുള്ള ആൾക്കാരുടെ പ്രൈവസി അല്ലെങ്കിൽ കാര്യങ്ങൾ നമ്മൾ ആക്സസ് ചെയ്യുക അല്ലെങ്കിൽ യൂസ് ചെയ്യുക എന്നുള്ള കാര്യം തീർത്തും അൺഎത്തിക്കൽ ആയിട്ടുള്ള കാര്യമാണ്. അതാണ് നമ്മുടെ കമ്പ്യൂട്ടർ ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്തിരുന്ന മറ്റൊരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഒരു മോറൽ ഇഷ്യൂ എന്ന് പറയുന്നത്, സ്പ്രെഡിങ് വൈറസ്. പിന്നെയുള്ളതാണ് ഹെൽത്ത് ഹസാർഡ് എന്ന് പറയുന്നത്. അതായത് ദ കമ്പ്യൂട്ടർ പോസ് ത്രെറ്റ്സ് ഡ്യൂറിങ് ദെയർ യൂസ് ആസ് വെൽ ആസ് ഡ്യൂറിങ് ഡിസ്പോസൽ. അതായത് നമ്മുടെ ഹെൽത്തിനെ എഫക്ട് ചെയ്യുന്ന ഒരു കേസാണ്. അതൊരു മോറലി നമുക്കൊരു പ്രോബ്ലം ആയിട്ട് പറയാൻ പറ്റുന്നേ ഇല്ല കേട്ടോ. നമ്മളിപ്പം ഈ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്ന ഈ സമയത്ത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യുമ്പം അത് നമ്മുടെ ഹെൽത്തിനും പല രീതിയിലുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അല്ലേ.
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം കുറേ മണിക്കൂർ നമ്മൾ ഈ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ മെയിനായിട്ടും നമ്മുടെ കണ്ണിന് പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തിന് ബോഡി വൈസ് നമുക്ക് പല രീതിയിലുള്ള കാര്യങ്ങൾ പെയിൻസും ഒക്കെ ഉണ്ടാക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് അല്ലേ. അപ്പം അതാണ് ആ ഒരു പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമുക്കൊരു മോറൽ പ്രോബ്ലം ആയിട്ടേ പറയാൻ പറ്റുള്ളൂ. വലിയൊരു പ്രോബ്ലം ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ലെങ്കിലും മോറലി നോക്കുകയാണെങ്കിൽ അതും ഒരു പ്രോബ്ലം ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കേസ് തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആവുന്നില്ലേ പറയുന്ന കാര്യം? ക്ലിയർ ആവുന്നില്ലേ മക്കളെ? ഓക്കെ, ആ ഒരു ഈ 2 പോയിന്റ് ഓക്കെ അല്ലേ? ഇപ്പം നമ്മൾ 2 പറഞ്ഞ ഇഷ്യൂസ്, കമ്പ്യൂട്ടർ ആസ് ദ ഇൻസ്ട്രുമെന്റ് ഓഫ് അൺഎത്തിക്കൽ ആക്ടും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആസ് ദ ഒബ്ജക്റ്റ് ഓഫ് അൺഎത്തിക്കൽ ആക്ട്. ക്ലിയർ ആയിട്ടില്ലേ? ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ടൈം ആയില്ലേ? താങ്ക് യു.